സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തീർത്തും തീർത്തും വിഭിന്നമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. രാജ്യത്ത് ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് രാജ്യദ്രോഹമാകുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനം വിലയിരുത്തിയാൽ അത് കോടതി അംഗീകരിക്കുമോ? സേവ് ഇന്ത്യ റിജക്ട് BJP എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് രാജ്യദ്രോഹമായി മാറുമോ? ആ രാജ്യദ്രോഹമായി ആരെങ്കിലും തീരുമാനിച്ചാൽ തൽക്കാലം അതിലിടപെടാൻ പറ്റില്ല എന്ന് ജുഡീഷ്യറി പറയോ? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ആരംഭിച്ച വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനം. അവിടെ MPhil PhDക്ക് ജോയിൻ ചെയ്യുകയും ആ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ രാജ്യത്തെ പുതിയ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടം കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അപാകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനത്തിൽ, അതുമാത്രമല്ല മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു. രാജ്യത്തെ പല വിദ്യാർത്ഥി സംഘടനകൾ ചേർന്നുകൊണ്ട് 16 വിദ്യാർത്ഥി സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ആ പ്രക്ഷോഭം നടത്തിയത്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു ചാർജ് ഷീറ്റ് ആവുക. അത് ആ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് അത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത് തന്നെ എന്തോ രാജ്യദ്രോഹമാണ് എന്ന് വരുത്തി തീർക്കുക. അതിൻ്റെ പുറത്ത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഒരാളെ MPhil PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അവിടെ നിന്ന് പുറത്താക്കുക. അത് ചോദ്യം ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥി ബോംബെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് പ്രവർത്തിക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ആ ഹർജി പരിഗണിച്ച് ആ ഹർജി തള്ളിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി പറയുന്നു, ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ തീരുമാനത്തിൽ ഇടപെടാൻ തൽക്കാലം കാരണങ്ങൾ കാണുന്നില്ല എന്ന് ബോംബെ ഹൈക്കോടതി പറയുന്നു. ഇത് മാത്രമല്ല കേട്ടോ ഈ വിദ്യാർത്ഥിക്കെതിരായ ചാർജ് എന്ന് വെച്ചാൽ രാം കെ നാം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു ചാർജ്. ഈ രാം കെ നാം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ആനന്ദ് പട്വർദ്ധൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഡോക്യുമെൻ്ററിസ്റ്റ് തയ്യാറാക്കിയതാണ്. അത് കാലങ്ങളായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്തതാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്ക്, അന്വേഷണാത്മക ഡോക്യുമെൻ്ററിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതാണ്. ഇത് പ്രദർശിപ്പിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള നിരോധനം, വിലക്കോ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കുന്നത്. പിന്നെ മറ്റു പല കാരണങ്ങളുണ്ട്. അത് സ്ഥാപനത്തിനകത്ത് പല സമരങ്ങളിലും പങ്കെടുത്തു, പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഇങ്ങനെ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി ഒടുവിൽ ആ വിദ്യാർത്ഥിയുടെ അപ്പീൽ ബോംബെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. ഈ വിദ്യാർത്ഥി മലയാളിയാണ്. രാംദാസ് KS എന്ന് പറയുന്ന വയനാട് സ്വദേശിയായൊരു ദളിത് വംശജനാണ്. അദ്ദേഹമാണ് ടിസ്സിൽ ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്, 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ആ അനീതി ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി തൽക്കാലം ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയാണ്. രാംദാസ് ഉണ്ട് ഇന്ന് നമുക്കൊപ്പം. രാംദാസിനോട് നമുക്ക് സംസാരിക്കാം. രാംദാസ്, ഈ പുതിയ സാഹചര്യത്തിൽ രാം കെ നാം കാണണം എന്ന് പറയുക, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കണം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് അലിഗേഷൻ. ഈ കോടതിയിൽ കൊടുത്ത റിപ്ലൈയിൽ നിങ്ങൾ പറയുന്നത് അങ്ങനെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, എങ്കിലും പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അലിഗേഷൻ. ഇപ്പോൾ രാം കെ നാം പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഡൽഹിയിലൊരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ആ പ്രക്ഷോഭത്തിൽ സേവ് ഇന്ത്യ റിജക്ട് BJP എന്നൊരു മുദ്രാവാക്യം മുഴക്കിയാൽ ഇതൊക്കെ ഈ പുതിയ സാഹചര്യത്തിൽ രാജ്യദ്രോഹമാകും എന്ന് മനസ്സിലാകാത്ത ആളാണോ രാംദാസ്? അതൊരു വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് രാജ്യദ്രോഹം ആവരുത് എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിത് രാജ്യദ്രോഹം പുതിയ സാഹചര്യത്തിൽ ആവുമോ എന്ന് മനസ്സിലാക്കുമോ എന്ന ചോദ്യത്തിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തിരിച്ചു ചോദിക്കുന്നത്, ഇത് രാജ്യദ്രോഹം ആവാൻ പാടില്ല എന്ന നിലപാടിൽ നിന്നാണ് ബേസിക്കലി ഒരു സോഷ്യൽ സയൻസസ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു ഇന്ത്യയിൽ ഗവേഷക വിദ്യാർത്ഥിയായിട്ട് ഞാൻ നിലനിൽക്കുന്നത്. രാം കെ നാം എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് തുടങ്ങിയതുകൊണ്ട് രാം കെ നാം നിരോധിക്കപ്പെട്ട ഒരു ഡോക്യുമെന്ററി അല്ല. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുള്ളത് തന്നെയാണ്, നിർബന്ധമായും എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്ററി ഏത് എന്ന് എന്നോട് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഒന്നാമത്തെ ഡോക്യുമെന്ററി ആയിട്ട്, ഒന്നാമത്തെ സിനിമയായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര് രാം കെ നാമിന്റെ പേരാണ്. അതിലെനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ടെക്നിക്കലി യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു പ്രത്യേക ദിവസം
അത് ഇവിടെ സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി ഞാൻ അടക്കമുള്ളവർ എന്റെ മുൻകൈയിൽ അങ്ങനെ തന്നെയാണ് ശ്രമിച്ചു. അതിന് സ്ക്രീനിങ് അതിന്റെ പാംപ്ലെറ്റുകൾ പ്രത്യേകം വിതരണം ചെയ്തു. അല്ലെങ്കിൽ ആക്ച്വലി ആ ദിവസം ടെക്നിക്കലി ഗിവിംഗ് റിപ്ലൈ, അന്നത്തെ ദിവസം ഞാൻ എനിക്ക് ഒരു അപകടം പറ്റി. അതിന്റെ ചികിത്സയിലും ആശുപത്രിയിലെ സർജറി കഴിഞ്ഞിട്ടുള്ള അതിന്റെ വാർഡിൽ കിടക്കുന്ന ഒബ്സർവേഷനിൽ കിടക്കുന്ന ഒരാളെ കൊണ്ട് എന്തായാലും അത് പറ്റില്ലല്ലോ. പക്ഷെ കൃത്യമായിട്ട് റാം കെ നാമനെ കുറിച്ച് നമുക്ക് നിലപാടുണ്ട്. അത് ഈ പറയുന്ന അലിഗേഷൻ വരുന്നതിന് 4 ദിവസം മുമ്പ് സ്വതന്ത്രമായി ഞാൻ തന്നെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു ചരിത്ര രേഖയാണ് ഈ ഡോക്യുമെന്ററി. ചരിത്രം അങ്ങനെ മറന്നുപോകാൻ പാടില്ല. എന്താണ് ബാബറി മസ്ജിദിനെ സംബന്ധിച്ചത്, എങ്ങനെയാണ് അത് തകർക്കപ്പെട്ടത്, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അതങ്ങനെ മായ്ച്ചു കളയേണ്ട വിഷയമല്ല. പൊതുബോധത്തിൽ നിന്ന് മായ്ച്ചു പോകാൻ പാടില്ല. സോ ചരിത്രമാണെന്ന് എല്ലാവരും അറിയണം എന്നുള്ള നിലപാട് എനിക്കുള്ളതാണ്. അതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ക്യാമ്പസിൽ തന്നെ പലതവണ ഔദ്യോഗികമായി പ്രദർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണിത്. ആനന്ദ് പട്വർദ്ധൻ താമസിക്കുന്നത് മുംബൈയിലാണ്. അദ്ദേഹം പലതവണ ഇതേ ക്യാമ്പസിൽ ഇതിന്റെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ സംവിധായകൻ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന അദ്ദേഹം ഇവിടെ സ്ക്രീനിങ്ങിന് ഇതേ ക്യാമ്പസിൽ വരുമ്പോഴാണ്. ഇതിനു മുമ്പ് ഞാൻ തന്നെ പലതവണ ഈ ക്യാമ്പസിൽ ഔദ്യോഗികമായ പ്രദർശനത്തിൽ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് ഒരു കാലത്ത് TISS ചില അധ്യാപകർ അങ്ങനെയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ആവാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരുടേതാണ് രാജ്യം, ഏതാണ് രാജ്യം എന്നുള്ളത്. രാജ്യം എന്നാൽ BJP അല്ല. ആ ഒരു കൃത്യമായ ഒരു ധാരണ വേണ്ടി ഒരു വിദ്യാർത്ഥിയായിരിക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, BJPയെ വിമർശിക്കാൻ പറ്റുമോ, BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ വിമർശിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ഇതിലെ ചോദ്യം. അത് തന്നെയാണ് നമ്മൾ ചെയ്തതും. അത് ഒരു തരത്തിലും രാജ്യദ്രോഹം ആവാൻ പാടില്ല. ആക്കി തീർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ പോരാട്ടം നമ്മൾ തുടർന്നല്ലേ പറ്റും. ദാറ്റ് വിൽ കണ്ടിന്യൂ. റൈറ്റ്. ഇപ്പം ടിസ്സിന്റെ ഔദ്യോഗികമായി അത് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ടിസ്സിന്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് താങ്കൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഈ ഫെല്ലോഷിപ്പ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫെല്ലോഷിപ്പോടുകൂടി MPhil PhD ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാര്യം, ടിസ്സിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട്, ടിസ് പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അവിടെ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുക്കുക വഴി ഈ സ്ഥാപനത്തെ നിങ്ങൾ അപമാനിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഈ റാം കെ നാം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തു എന്നുള്ളത്. നാലാമത്തെ സംഗതി, ഈ ക്യാമ്പസിനുള്ളിൽ നിങ്ങൾക്ക് അനീതി എന്ന് തോന്നുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. അതിനുവേണ്ടി അതിൻ്റെ ഡയറക്ടറുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. ഇങ്ങനെയുള്ള പല അലിഗേഷൻസ് ഉന്നയിക്കുന്നുണ്ട്. ഈ അലിഗേഷൻസിൻ്റെ കാര്യത്തിൽ താങ്കൾ കോടതിയുടെ മുമ്പാകെ പറയുന്നത് ഇത് സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്, രാംദാസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യത്തിൽ എന്നുള്ളത് കേൾക്കാൻ പോലും ടിസ് അധികൃതർ തയ്യാറായില്ല. വളരെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു എന്നാണ് താങ്കൾ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു സാമാന്യ നീതി അല്ലെങ്കിൽ സാമാന്യ രീതി എന്നുള്ള നിലയ്ക്ക് അലിഗേഷന് വിധേയനാകുന്ന ഒരാളോട് അയാൾക്ക് പറയാനുള്ളത് എന്താണ് കേൾക്കുക, അത് പോലും കേൾക്കാൻ ഈ ടിസ് അധികൃതർ തയ്യാറായില്ല എന്നാണോ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിലിപ്പം ഈ 3-4 കാര്യങ്ങൾ എടുത്താൽ നമുക്ക് അതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വരാം. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ ഇവിടെയുള്ള ഒരു സാമാന്യ നീതി നിഷേധിക്കപ്പെട്ടോ, മുൻകാലങ്ങളിൽ നിങ്ങൾ നല്ല വിദ്യാർത്ഥിയായിരുന്നാലും ക്യാമ്പസുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടാവാറില്ലേ? ഉണ്ടാവും. അവിടെ സ്റ്റുഡൻസ് ചില സമയത്ത് അവരെ പല ക്യാമ്പയിനുകൾ നടത്തും, ചില സമയത്ത് സമരങ്ങൾ ഉണ്ടാവും, കാര്യങ്ങൾ. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ടുള്ള അത്തരം ഏതെങ്കിലും പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തീർച്ചയായും അതിനെ ആ രീതിയിൽ നേരിടുക, ആ രീതിയിൽ അഡ്രസ് ചെയ്യാം. നിയമ സംവിധാനങ്ങളുടെ കീഴിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കിക്കൊള്ളട്ടെ. എന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോറത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനം ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനോ പറയുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ ഒരു കള്ളനാണ് എന്ന് പറയുന്നു. ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന മാധ്യമപ്രവർത്തനായ രാജീവ് ഏട്ടനെ ഞാൻ പറയുന്നു നിങ്ങളൊരു കള്ളനാണെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ അതിന് എനിക്കൊരു മറുപടി തരുന്നു. നിങ്ങൾ എന്തർത്ഥത്തിലാണത് പറയുക, എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ച് തിരിച്ചൊരു മറുപടി തരുന്നു ആയിരിക്കാം. പക്ഷെ ഞാനത് കേൾക്കാൻ തയ്യാറല്ല. ഞാൻ അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്ന മറുപടിക്ക് ഞാൻ ഒരു മറുപടിയും ചെയ്യുന്നില്ല, നിങ്ങൾക്കെതിരെ നടപടിയില്ല, കാര്യങ്ങളൊന്നുമില്ല. കുറച്ചു കാലം കഴിഞ്ഞിട്ട് പുതിയൊരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നു. എന്നിട്ട് പറയുന്നു പണ്ടേ നിങ്ങൾക്കെതിരെ ഇങ്ങനെയാണല്ലോ ഉള്ളത് എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കില്ലേ, പണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് നമ്മൾ കൃത്യമായിട്ട് മറുപടി തന്നിട്ടില്ലേ? അതിൽ നിങ്ങൾക്ക് ഈ തെളിവുകളുടെ ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതെന്താ പരിശോധിക്കാൻ തയ്യാറില്ല? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങൾക്കെതിരെ മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചു, ഇപ്പൊ ഞാൻ പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നു.
അതുകൊണ്ടെന്താ ഇപ്പൊ 2 ആരോപണമായി. ആ ഒരു ലോജിക്കിൽ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ഒരു നീതി ഈ വ്യവസ്ഥയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ എന്നത് വലിയ കൺസേൺ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മളെ ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിനെ ഏത് തരത്തിലാണ് എടുത്തത് എന്നുള്ളത്, അത് പാർലമെന്റ് മാർച്ച്, രാംകെനാമിന്റെ സ്ക്രീനിങ്, ഇത് രണ്ടുമാണ് എനിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. ഫെലോഷിപ്പിന്റെ കുറ്റം ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് ഇപ്പൊ വന്നതാണ്. ഇതുവരെ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഉണ്ടായത് പാർലമെന്റ് മാർച്ചിൽ, അതായത് ജന്തർ മന്ദറിൽ ഡൽഹി പോലീസിന്റെ കൺമുന്നിൽ അവരുടെ വേണമെങ്കിൽ പറഞ്ഞ വെന്യൂ അവരാണ് അലോട്ട് ചെയ്തത്. ഡൽഹിയിൽ എല്ലാ സമരങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളെ കുറിച്ചോ ധാരണയുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും ഡൽഹിയിൽ എങ്ങനെയാണ് നടക്കുക, ജന്തർ മന്ദറിലാണ് നടക്കുക എന്നും ഡൽഹി പോലീസിന്റെ ഒരു മോണിറ്ററിംഗിലാണ് ഗ്യാതറിംഗുകൾ നടക്കുക എന്നും. അത്തരത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ഒരു പൊതു യോഗമാണത്. 5000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുള്ള ഒരു പൊതുയോഗം. അവിടെ 16 പേർ സംസാരിക്കുന്നു. അതിലൊരാളാണ് ഞാൻ. 16 വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ അവിടെ BJP സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും വിമർശിക്കുന്നുണ്ട്, അവരുടെ നയങ്ങളെ വിമർശിക്കുന്നുണ്ട്. അതിലൊന്നും ഒട്ടും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. ആ നയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരെങ്ങാനും കൊണ്ടുപോയി ഉപയോഗിക്കാതിരുന്നു. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ അവിടെ വരുന്നവർ ഞങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് പ്രത്യേകിച്ച് ഞാൻ കരുതുന്നില്ല. അത് ഒന്ന് എല്ലാവരുടെ ക്ലിയർ ചെയ്യണം. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ രണ്ടാമതൊരു വസ്തുതാന്വേഷണം കൂടി ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട സാധനം. ഒന്ന്, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ SFI കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അവരുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റി, JNU തന്നെ എടുക്കും, ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ്, അവിടുത്തെ ഒരു യൂണിറ്റ് അവരൊരു പരിപാടി നടക്കുന്നു. SFI JNU എന്നല്ലേ അവരവരുടെ യൂണിറ്റിനെ കുറിച്ച് പറയുക. ഇനി പോട്ടെ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വരികയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അവിടെ ASA ഉണ്ട്. അവർ പറയുക എങ്ങനെ, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്നല്ലേ പറയുക. അല്ലാതെ ഇനി പോട്ടെ, എന്റെ തന്നെ യൂണിവേഴ്സിറ്റി TISS, ഇവിടെ PSF എന്നൊരു സംഘടനയുണ്ട്, ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. കഴിഞ്ഞ 10, 12, 13 കൊല്ലം പ്രവർത്തിക്കുന്നതാണ് ഇവിടെ. ഇവരുണ്ട്, ഇവിടെ ASA ഉണ്ട്, അതുകൂടാതെ ABVP ഉണ്ട്. ഇവിടെ DSSF എന്ന പേരിലാണ് ABVP പ്രവർത്തിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെ പേരിന്റെ കൂടി ടിസ് ഉണ്ട്. അപ്പോൾ 7-8 സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, അവിടെ ഒരു സംഘടനയിലെ ഒരു വിദ്യാർത്ഥി മുഴുവൻ റെസ്പോൺസിബിലിറ്റിയാണ് 7 സംഘടനകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓരോ സംഘടനാ യൂണിറ്റുകൾ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അതിന്റെ കൂടെ. ഇതൊരു അഡ്രസ്സാണ്, അല്ലാതെ ഞങ്ങൾ ഒഫീഷ്യലി ആ യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ലല്ലോ അവകാശപ്പെടുന്നത്. ഇതേ ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുംബൈ എന്നാണ്. അതിനർത്ഥം മുഴുവൻ മുംബൈയെയും ഈ യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണോ? മുഴുവൻ മുംബൈയും ഞങ്ങളാണ് സംസാരിക്കുന്നത് എന്ന് മുംബൈ മെട്രോപൊളിറ്റൻ കോർപ്പറേഷൻ കൊണ്ട് ഒരു കേസ് അങ്ങ് കൊടുത്താലോ? ടിസ് ഞങ്ങളെ മിസ്റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, കാരണം അവരുടെ പേരിന്റെ കൂടെ മുംബൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോജിക്കല്ലല്ലോ. ആ ലോജിക്കാണ് തിരിച്ചു എനിക്ക് ഇതിൽ വെക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, പക്ഷെ ഡൽഹിയിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതും കൃത്യതയോടെ നമ്മൾ ഹാജരാക്കിയിട്ടുള്ള രേഖകളുണ്ട്. 16 വിദ്യാർത്ഥി സംഘടനകൾ, മതേതര ജനാധിപത്യ വിദ്യാർത്ഥി സംഘടനകളാണ് 17. അവര് ഒരുമിച്ച് വന്ന സമയത്ത് അവർ ഇറക്കിയ പാംഫ്ലെറ്റ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ. അതിൽ 16 പേരും ആ ഏത് വ്യക്തിയാണോ സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ അടിയൊപ്പിട്ട് സിഗ്നേച്ചർ ചെയ്ത അവരുടെ ഒരു പാംഫ്ലെറ്റ് ഉണ്ട്. ഇതാണ് ഒഫീഷ്യലി പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ PSF എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ ടിസ് എന്നൊരു മെൻഷൻ ഒന്നുമില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരു സംഭവം ഉണ്ട് എന്ന് അങ്ങ് ആരോപിക്കുക, എന്നിട്ട് അങ്ങനെ നടന്നതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ ശിക്ഷിക്കാമെന്ന് പറയുന്നു. രണ്ടിനോടും വിയോജിപ്പാണ് പറയാനുള്ളത്. ഇനി ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രാംകെനാമിന്റെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചു, ഇതും സംസാരിച്ചു. ഇതിൽ മൂന്നാമതായിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ മറ്റു 2 കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടുള്ള അത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ്. ഒരു ഇന്ത്യൻ പൗരന് ഇവിടുത്തെ ഭരണകൂടത്തെയോ ഭരിക്കുന്ന പാർട്ടിയോ വിമർശിക്കാൻ, ഏത് സമാധാനപരമായ അസംബ്ലിയിൽ പങ്കെടുക്കാനും ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതിൽ ഞാൻ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഞാൻ എക്സസൈസ് ചെയ്തത് എന്നാണ് കൃത്യമായി പറഞ്ഞത്. രണ്ടാമത്തെ കപ്പാസിറ്റിയും പറഞ്ഞു, ഞാൻ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, PSFന്റെ മെമ്പറാണ്. ഈ 2 കപ്പാസിറ്റികളിൽ എനിക്ക് പങ്കെടുക്കാം. ഇതൊന്നും നിരോധിക്കപ്പെട്ട സംഘടനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ എന്താ ഒരു ക്രിമിനൽ കൂട്ടായ്മ അല്ലല്ലോ. രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ സമാധാനപരമായി എല്ലാവരും കൂടുന്ന സ്ഥലത്ത് എനിക്കും കൂടാം. അത്തരത്തിലാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല എന്നത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്ത് വിട്ടിട്ടുള്ള കാര്യമാണ്. ഇനി രാംകെനാമിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം, എനിക്കെതിരെ നടപടി വരുന്ന കാലത്ത് അതിലെ ഒരു ജസ്റ്റിഫിക്കേഷനും ആയിരുന്നില്ല, അതിലൊരു മെൻഷനും ഉണ്ടായിരുന്നില്ല. നിലവിൽ കോടതിയിൽ നമ്മൾ ഇതിനെ ചലഞ്ച് ചെയ്ത് പോയപ്പോൾ കോടതിയിലേക്ക് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി വെച്ച പുതിയ വാദമാണ്. ഇനി അഥവാ മറ്റു വാദങ്ങൾ കൊണ്ട് കോടതി ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ലെങ്കിലോ അതുകൊണ്ട് പുതിയൊരെണ്ണം, അത് എന്നോട് പറഞ്ഞതോ എന്നോട് ആവശ്യപ്പെട്ടതോ ആയ കാര്യങ്ങളല്ല, പുതിയതായിട്ട് ഇപ്പൊ കോടതിയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതുവരെ നമുക്കും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് നമ്മളും അറിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് വാങ്ങുന്ന ഒരു വിദ്യാർത്ഥി
സേവ് ഇന്ത്യ റിജക്ട് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാമോ? അപ്പൊ അതിനുപയോഗിച്ച വാചകം എങ്ങനെയാണ്? ദിസ് ഈസ് ക്ലിയർ സൺഷൈൻ, ഹി വാസ് അവെയർ ഇറ്റ് വാസ് എ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നാണ്. അപ്പോ സൺഷൈൻ പോലെ ക്ലിയർ ആണ് എല്ലാം എന്ന് എനിക്ക് തിരിച്ചതിലുള്ള ഒരു മറുപടി പറയാനുള്ളത്. ഒന്ന്, എനിക്ക് BJP വിമർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഒരു ഫെലോഷിപ്പ് നമുക്ക് കിട്ടുന്നു എന്നത് ആരുടെയും ചാരിറ്റി അല്ല. BJPയുടെ ഏതെങ്കിലും ഒരു കാര്യാലയത്തിൽ നിന്ന് ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആർഗ്യുമെന്റ് എങ്ങനെയാണ് കോടതി സ്വീകരിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സേവ് ഇന്ത്യ റിജക്ട് BJP എന്ന് പറയുന്നത്, ഈ ഫെലോഷിപ്പിനുള്ള ഗ്രാൻഡ് നൽകുന്നത് BJP അല്ലല്ലോ, കേന്ദ്ര സർക്കാരാണല്ലോ. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി അല്ലല്ലോ, അതൊരു സിസ്റ്റമാണല്ലോ. അപ്പോൾ സേവ് ഇന്ത്യ റിജക്ട് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതാണ് എന്ന് എങ്ങനെയാണ് കോടതിക്ക് ബോധ്യപ്പെടുക? ഇനി അങ്ങനെ വിമർശിച്ചാൽ തന്നെ ഈ ഗ്രാൻഡ് കിട്ടുന്നവരാരും BJP വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അതെങ്ങനെയാണ് ഒരു കോടതി സ്വീകരിക്കുക? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കുന്നു, അതിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ആയാലും അങ്ങനെയുള്ള സകല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത് അംഗീകരിക്കുന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു. ആ ശിക്ഷാ നടപടി ജുഡീഷ്യൽ സംവിധാനം അംഗീകരിക്കുന്നു. ഈ ഒരു സിസ്റ്റമായിട്ട് മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ഈ കേസിനെ നമ്മൾ കണ്ടൂടെ? അതെ, ഇത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇത് ഒരുപക്ഷെ ആദ്യത്തെ ഒരു വിക്ടിം ആയിരിക്കും ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യലി അറിയപ്പെടുന്ന ആദ്യത്തെ ഒരു വിക്ടിമായി മാറാൻ ഇത് അപ്ഹോൾഡ് പോവുകയാണെങ്കിൽ, ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് ഒരു പ്രസിഡൻസ് ആയി മാറിയല്ലോ. ഇനി ഇതാണ് തുടർച്ച, ഇതിന്റെ തുടർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു ദളിത് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ഒരുപക്ഷെ ഇനി ഞാൻ ഏതു തരത്തിൽ ക്രാക്ക് ചെയ്ത് കയറി തന്നെ വിചാരിച്ചോ, എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടുത്തെ ഈ ഫീസ് താങ്ങാനോ മറ്റു കാര്യങ്ങൾ താങ്ങാനോ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനു മുമ്പും പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇയർ ബ്രേക്കുകൾ എടുക്കുകയും അതിനിടയിൽ ജോലി ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണല്ലോ. അപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഈ രാജ്യത്തെ മാർജിനലൈസ്ഡ് സെക്ഷൻസിന് ആവശ്യമുള്ളതാണ് എന്ന കാര്യത്തിലുള്ള ഒരു സംശയം, അതിലൊരു ഡിബേറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ആദ്യം മാറ്റിവെക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി കേന്ദ്ര സർക്കാർ നൽകുന്ന ഇത് BJPയുടെ ചാരിറ്റി അല്ല എന്ന കാര്യം, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗിഫ്റ്റ് അല്ല ചാരിറ്റി. നമ്മൾ എക്സാം എഴുതി നമ്മളെ ഇഷ്ടം എന്ന ഈ പാവപ്പെട്ട ഒരു പയ്യൻ അവനെ അങ്ങ് സഹായിച്ചേക്കാം എന്ന് വിചാരിച്ചാലും തന്നാലല്ലോ. കൃത്യമായി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതി അതിൽ പെർഫോം ചെയ്തിട്ട് നെറ്റ് എക്സാമിൽ പെർഫോം ചെയ്യുന്നവർക്കാണ് NFSC, അത് ഞാൻ അവര് നാഷണൽ ഫെലോഷിപ്പ് ഷെഡ്യൂൾ കാസ്റ്റ്, അല്ലെങ്കിൽ JRF, അല്ലെങ്കിൽ മൗലാന ആസാദ് ഫെലോഷിപ്പ് തുടങ്ങിയ, അല്ലെങ്കിൽ NFOBC, ഈ തുടങ്ങിയ ഫെലോഷിപ്പുകൾ കൊടുക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ മെറിറ്റ് ആൻഡ് യുവർ പെർഫോമൻസ് ഇൻ ദ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അത് കിട്ടുന്ന ഒരാളും സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ നൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. ഇത് എന്താണ്? ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന എല്ലാവരും രാഷ്ട്രീയമായ അഭിപ്രായം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഒരു പടി കൂടി കടന്ന് ആലോചിക്കേണ്ടതുണ്ട്, ആരാണ് ഇന്ത്യയിൽ ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും കൂടുതലായി വാങ്ങുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും ദളിതരാണ്, ആദിവാസികളാണ്, കർഷക തൊഴിലാളികളോ മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരോ, അങ്ങനെ പല വിഭാഗങ്ങളെ അടിച്ചമർത്തപ്പെട്ട ആളുകളാണ് ഫെലോഷിപ്പുകൾ കൂടുതലായി വാങ്ങാൻ പോകുന്നത്. അപ്പൊ ആ വാങ്ങുന്നവരോടാണ് പറയുന്നത് എന്ത്, ഞങ്ങൾ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാനുള്ള ഞങ്ങളുടെ പാർട്ടി വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇതാക്കാൻ പറ്റും. ഒന്ന്, കോടതിയിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും വന്ന ഈ ആർഗ്യുമെന്റിനെ കുറിച്ച് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാം. കേന്ദ്ര സർക്കാർ പറയുന്നു യൂണിവേഴ്സിറ്റി തീരുമാനിക്കട്ടെ എന്ന്. കേന്ദ്ര സർക്കാർ പറയുന്നു ഫെലോഷിപ്പ് യൂണിവേഴ്സിറ്റി തീരുമാനിക്കട്ടെ. സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്ന ഒരു സ്റ്റുഡന്റ്, പഠിക്കാതിരിക്കാൻ ഇപ്പൊ ആക്റ്റീവ് സ്റ്റുഡന്റ് അല്ലല്ലോ സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് അയാൾ ആക്ച്വലി അർഹനല്ല, പക്ഷെ എന്തുകൊണ്ട് അയാൾക്ക് കൊടുക്കണ്ട എന്നത് യൂണിവേഴ്സിറ്റി തീരുമാനിക്കട്ടെ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഇനി യൂണിവേഴ്സിറ്റി പോയി പറഞ്ഞതാണ് എന്ത്, ഇയാൾ ഫെലോഷിപ്പ് അവൈൽ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഇയാൾ BJP ആണ് വിമർശിക്കുന്നതെന്ന്. അപ്പൊ ഇയാൾക്ക് കൃത്യമായ ബോധ്യത്തോടു കൂടി BJP വിമർശിച്ച ഇയാൾ പൊളിറ്റിക്കലാണ്, അതുകൊണ്ട് ഇയാൾ അതിന് അർഹനല്ല. പിന്നീട് കോടതി അതിനോട് ശരിവെച്ച് പറഞ്ഞു ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, ഇത് വളരെ കൃത്യമായി തെളിച്ചമുള്ളതാണ് ഇയാള് BJP വിമർശിക്കുകയായിരുന്നു. ഇതിൽ ആ ഒരു സെന്റൻസ് കോട്ട് ചെയ്യപ്പെട്ട, യൂണിവേഴ്സിറ്റി കോട്ട് ചെയ്ത ആ ഒരു സെന്റൻസിനെ എനിക്ക് എടുത്തു പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നതില് അത് തന്നെയാണ് ഇതിന്റെ കോറിലേക്കും പോകുന്നത്. സംഘപരിവാറിന്റെ ഫോഴ്സസിന്റെ 100ാം വാർഷികമാണ് ഈ വരുന്നത് RSSന്റെ. അതുകൊണ്ട് ഈ വർഷം ഈ കാലത്ത് വേണമെങ്കിൽ സാധ്യതയുണ്ട് സംഘപരിവാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രോഗ്രസീവ് സെക്ഷൻസിനെതിരെ, പുരോഗമനാശയങ്ങൾക്കെതിരെ, ജനാധിപത്യത്തിനെതിരെ, വിദ്യാർത്ഥികൾക്കെതിരായ
അക്രമം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു സെന്റൻസ് ഞങ്ങളുടെ പാംഫ്ലെറ്റിലുണ്ട്. അതായത് 16 സംഘടനകൾ, അത് NSUIയും ASAയും ISAയും SFIയും എല്ലാവരും ചേർന്ന് ഇറക്കിയതാണ്. അപ്പൊ ആ പാംഫ്ലെറ്റിലെ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്, സംഘപരിവാർ ഈ വിഭാഗങ്ങൾക്കെതിരായ അക്രമം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്ന്. അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇത് തന്നെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് സമീപിക്കണം എന്ന് വിചാരിക്കും. ഇതൊരു ശീലമായി മാറാൻ പാടില്ല. ഇത് മറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത് ഉപയോഗിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം ഒരാളിൽ ഒതുങ്ങി നിൽക്കില്ല. വേണമെങ്കിൽ ഇതിന് വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നാളെ പറയണം നിങ്ങൾ റേഷൻ വാങ്ങുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് BJP വിമർശിക്കരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നോക്കൂ, എത്ര വിദ്യാർത്ഥികൾ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും BJPയുടെ ഏതെങ്കിലും ഒരു നയത്തെ വിമർശിച്ച്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയാം നിങ്ങൾ ഇത്ര കാലം നേടിയ ഫെലോഷിപ്പ് തിരിച്ചടയ്ക്കണം. ഇനിയിപ്പോ എന്നോട് ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം അതാണ്, അത് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര കാലം നിങ്ങൾക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റൈറ്റ് രാംദാസ്, അത് വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതായത് നിങ്ങൾ BJP വിമർശിച്ചു, അത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കലാണ്. നിങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫെലോഷിപ്പ് കിട്ടുന്ന ഒരാളാണ്, അതുകൊണ്ട് അത് പാടില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇതുവരെ കിട്ടിയ ഫെലോഷിപ്പ് തിരിച്ചടയ്ക്കണം എന്ന് ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തി അവിടെ നിൽക്കുക. ഇത് വേറൊരു ലാർജർ പൊളിറ്റിക്കൽ പ്രശ്നമുണ്ടല്ലോ. കാരണം വെച്ചാൽ നേരത്തെ ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് രാജ്യത്തെ വിമർശിക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അത് BJP വിമർശിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുന്നതാണ്, സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിമർശിക്കലാണ്. അതായത് BJP വിമർശിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിമർശിക്കലാണ്, അത് രാജ്യദ്രോഹമാണ്. ഈ ഒരു നറേറ്റീവിലേക്ക് എത്തുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഈ കേസിന് നമ്മൾ എടുക്കണ്ടേ? 100%. ഇതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റെപ്പ് ഇത്ര നാൾ സർക്കാരിനെ വിമർശിക്കുകയോ സർക്കാരിനെതിരായ രാജ്യദ്രോഹം എന്നുള്ളത് മാറ്റി അവർ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ടാണെന്ന് പറയുന്നത്. BJP വിമർശിച്ചാലും രാജ്യദ്രോഹം എന്ന ഇതിലേക്ക് കൊണ്ടുവന്നിപ്പോ കെട്ടിയേക്കുന്നത്. എനിക്കെതിരെ ഏപ്രിലിൽ ഇത് ആദ്യം സസ്പെൻഷൻ ആയ സമയത്ത്, കുറച്ച് വാർത്തയൊക്കെ ആയ സമയത്ത്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു പബ്ലിക് നോട്ടീസ് പുറത്തിറക്കി. സാധാരണ ഒരു വിദ്യാർത്ഥിക്കെതിരെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ നോട്ടീസ് ഒന്നും പുതിയ പുറത്തിറക്കരുത്. കുറച്ച് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായ സമയത്ത് നോട്ടീസ് പുറക്കും. അതിലൊരു സെന്റൻസ് ഉണ്ട്, അതാണ് ഇതിൽ അപകടകരമായ നമ്മൾ ഈ ട്രെൻഡിന്റെ സാധനം കാണേണ്ടത്. അതിൽ പറയുന്നത്, ഈ വിദ്യാർത്ഥി രാം കെ നാം കാണാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ ഇത് ബാൻഡ് ഡോക്യുമെന്ററി രാം കെ നാം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് രാം കെ നാം കാണാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു, വിച്ച് ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് ഡിഡ് നോട്ട് സാങ്ഷൻ ടു വാച്ച് ഓൺ ദാറ്റ് ഡേ. എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ആ ദിവസം നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടില്ല ഈ ഡോക്യുമെന്ററി, പക്ഷേ ഇയാൾ കേന്ദ്ര സർക്കാർ കാണാൻ ആവശ്യപ്പെടാത്തൊരു ഡോക്യുമെന്ററി നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇത്ര കാലം ഉണ്ടായത് എന്താണ്? ചിലതൊക്കെ നിരോധിക്കുന്നു. നിരോധനത്തിനെതിരെ പ്രതിഷേധം വരികയാണെങ്കിൽ നിരോധിച്ചതിനെതിരെയാണല്ലോ പ്രതിഷേധം. ഇപ്പൊ അതും മറികടന്ന് ഒരു സ്റ്റെപ്പ്, ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമല്ല, BJPക്കെതിരായ വിമർശനം രാജ്യദ്രോഹമാവുന്നത് പോലെ ഇപ്പോൾ പറയുന്നത് നിരോധനത്തിനെതിരായ പ്രതിഷേധങ്ങളല്ല, നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെയും നിങ്ങൾ എന്താണ് നിലവിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കിനി എന്ത് കാര്യം ചെയ്യണമെങ്കിലും കേന്ദ്ര സർക്കാർ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. നാളെ എനിക്ക് തീസിസ് എഴുതണ്ടേ, എന്റെ റിസർച്ച് ചെയ്യണ്ടേ, കേന്ദ്ര സർക്കാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, അത് ഞാൻ എഴുതി കഴിഞ്ഞാൽ പറയും കേന്ദ്ര സർക്കാർ നിങ്ങളോട് ഇത് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, ഒരു ഗിയർ ചേഞ്ചിങ് ആണ് ഇത് എന്ന് വേണമെങ്കിൽ കാണാം. റൈറ്റ്. ഇപ്പം ഈ പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഈ വിഷയത്തിൽ തീസിസ് എഴുതാൻ. അതായത് ഇതൊരു പാറ്റേൺ സെറ്റിംഗ് ആയിട്ട് കാണണോ നമ്മൾ? അതായത് സർക്കാർ നിർദ്ദേശിക്കുന്നത് മാത്രം ചെയ്താൽ മതി ഈ സ്ഥാപനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത് ചെയ്താൽ മതി, അതിനപ്പുറം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്ന് സ്ഥാപനങ്ങളോട്, ഇനി അഡ്മിഷൻ എടുക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് ചെയ്താൽ മതി, അവിടെ നിന്നാൽ മതി എന്ന് നിർദ്ദേശിക്കുക. അതായത് ഒരു അക്കാഡമിക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് നമ്മുടെ സങ്കല്പത്തിൽ പോലും വേണ്ട എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ എന്ന് കരുതണം നമ്മൾ. അതെ, നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ഉപയോഗിക്കരുത്. ഞങ്ങൾ പറയുന്നത് നിങ്ങളത് കോപ്പി പേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ തലച്ചോറിന് ദയവ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കും. ഉപയോഗിച്ചാൽ ഞങ്ങളങ്ങ് കൈകാര്യം ചെയ്യും എന്നതാണ്. ആളുകൾ, മനുഷ്യന്മാർ അവരുടെ ചിന്ത കൊണ്ട്, തർക്കങ്ങൾ കൊണ്ട്, ചർച്ചകൾ കൊണ്ടാണ് ഈ അക്കാദമിക് സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്വാളിറ്റിയോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിലവിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ മേഖലയിലും, എന്റെ തന്നെ യൂണിവേഴ്സിറ്റി, ഞാൻ തന്നെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ആളുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. അവർ പല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് ഉണ്ടാവാൻ സാധ്യമാകുമോ?
രണ്ട് ഉദാഹരണം ഇതിലേക്ക് നമുക്ക് എടുക്കാം. നിലവിൽ ഒരു പുറത്തു പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇന്ത്യക്ക് പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫെലോഷിപ്പുകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പുകളുണ്ട്. അത് ഓരോ കൊല്ലം അതിന്റെ ഫണ്ടൊക്കെ കട്ട് ചെയ്യാണ്, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും അത്തരം ഫെലോഷിപ്പുകളുണ്ട്. അതിൽ ഒരു ഫെലോഷിപ്പ് നാഷണൽ ഓവർസീസ് ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഒരു ഫെലോഷിപ്പാണ്. അതിന്റെ ഗൈഡ് ലൈൻസ് പുതുക്കിയിട്ടുണ്ട് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. അതുകൊണ്ട് സാധനം സോഷ്യൽ സയൻസസിൽ നിങ്ങൾ ചരിത്രമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്താണ് പോകുന്നത്, നിങ്ങൾക്ക് ഫണ്ടില്ല. അതായത് കേന്ദ്ര സർക്കാർ പറയാണ് ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രം, ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥകൾ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ലോകത്തെ ഏറ്റവും ഉന്നതമായ 500 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 200 സ്ഥാപനങ്ങളിൽ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി തന്നെ വിചാരിച്ചോ, എന്നാലും നിങ്ങളെ സാമ്പത്തികമായി ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നത് കേന്ദ്ര സർക്കാർ റെഗുലേഷൻ മാറ്റിയപ്പോൾ ഇത് കൃത്യമായ ഡയറക്ഷൻ. രണ്ടാമതൊരു ഉദാഹരണം, ലോകത്തിന് മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അടുത്ത കാലത്ത് ഈ ആഴ്ച തന്നെ വന്ന ഒരു വാർത്തന് കുറച്ച് നാളായിട്ടുള്ള സാധനമാണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയില് ഒരു വിദ്യാർത്ഥി റിസൈൻ ചെയ്ത് വിദ്യാർത്ഥി PhD ഉപേക്ഷിച്ചു പോയി. ആ വിദ്യാർത്ഥിയുടെ ഗൈഡ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു സ്കോളർ ആയിരുന്നു. അപ്പൊ ഇവരുടെ പ്രപ്പോസൽ PhD റിസർച്ചിനുള്ള പ്രപ്പോസൽ പ്രസന്റ് ചെയ്തപ്പോ അതിൽ ലോക പ്രശസ്ത ഗവേഷകനായ നോം ചോംസ്കിയുടെ ഒരു കോട്ട് വെച്ചു. നോം ചോംസ്കി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പോളിസികളെ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ ഇയാളെ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല. വേറെ നമ്മൾ ഈ മൊത്തം ലിറ്ററേച്ചർ നോക്കിയിട്ടാണല്ലോ ചെയ്യുക. അത്തരത്തിൽ നോം ചോംസ്കിക്ക് ഇങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞു പോയതിന് ആ ഗൈഡ് സൂപ്പർവൈസർ, റിസർച്ച് സൂപ്പർവൈസർ ഇന്ത്യയിലെ ഈ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അത് ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടന്ന, ഇന്ത്യ മാത്രം നടന്ന ഒരു സ്ഥാപനം അല്ലത്, അവിടെ നിന്ന് രാജിവെച്ചു പോകേണ്ടി വരുന്നു. ആ വിദ്യാർത്ഥി അവിടെ നിന്ന് PhD പഠനം ഉപേക്ഷിച്ചു പോകുന്നു. ഈ 2 ഉദാഹരണങ്ങൾ ഈ റീസെന്റ് നടന്നതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ആ വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ചത്. നാണം കെട്ടിട്ട് ലോകം കാണുകയാണിത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അവിടെ നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടിയാണിത്. ആൻഡ് ഐ കം ബാക്ക് ടു ദിസ്, ഒരു വിദ്യാർത്ഥികളും ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു സാധനം നിങ്ങളുടെ ചിന്താശേഷി ഉപയോഗപ്പെടുത്തരുത്. നേരെ മറിച്ച് ഞങ്ങൾ തരുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന ഒരു ആവശ്യപ്പെടലാണ്. റൈറ്റ്. ഞാൻ ഈ കോടതിയുടെ കാര്യത്തിലേക്ക് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ, ഈ കോടതി ഈ എന്താ പറയുക, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസും കേന്ദ്ര സർക്കാരും UGC ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ ഏകപക്ഷീയമായി അംഗീകരിക്കുകയാണോ ചെയ്തത്, അതോ കോടതി ഏതെങ്കിലും തരത്തിൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിലൊക്കെ ലോജിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വീകരിക്കണം? എന്താണ് കോടതിയുടെ ഉത്തരവ്? കോടതിയുടെ ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തു എന്നാണ് അത് ആ ഓർഡർ കാണുമ്പോൾ, ആ ഓർഡർ വായിക്കുമ്പോൾ നമുക്ക് പല ഘട്ടങ്ങളിലും തോന്നുന്നത്. എന്താണോ അവർ പറഞ്ഞത് അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള മട്ടിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ തൽക്കാലം ഇടപെടുന്നില്ല എന്നുള്ള മട്ടിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടാണെങ്കിലും കോടതി ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിൻ്റെ പൊസിഷനെ അങ്ങ് അംഗീകരിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ ഈ വിധിന്യായം ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഞാനിപ്പം സ്വാഭാവികമായിട്ട് ഇതിൽ കക്ഷിയായ സ്ഥിതിക്ക് കോടതിയെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ആർഗ്യുമെന്റുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടു എന്ന് എനിക്ക് കൺസേൺ ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാൻ. ഈ വിധിയോട് നമുക്ക് പൂർണ്ണമായും വിയോജിപ്പുള്ളത് കൊണ്ടാണല്ലോ, വിയോജിപ്പുണ്ട്, അത് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, അത് കൃത്യമായി അങ്ങനെ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മേൽക്കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, പൊതുവെ കഴിഞ്ഞ കുറെ കൊല്ലത്തെ എക്സാമ്പിളുകൾ ഇവിടെ എടുക്കുന്ന 4-5 കൊല്ലത്തെ നമ്മുടെ അറിവില് പരിമിതമായ ഇവിടെ പരിസരത്തൊക്കെയുള്ള നമ്മൾ ഈ എൻ്റെ യൂണിവേഴ്സിറ്റി ആവട്ടെ, തൊട്ടടുത്ത IIT ബോംബെ ആവട്ടെ, മുംബൈ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇതൊക്കെയാണല്ലോ മുംബൈയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ വരുമല്ലോ കേസുകൾ. അത്തരത്തിൽ വന്ന എല്ലാ കേസുകളും കോടതി ആദ്യം ചെയ്തിട്ടുള്ളത് ഈ സ്റ്റുഡൻസിനെ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുക എന്നുള്ളതാണ്. കേസ് ആദ്യം തന്നെ തള്ളി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് അപ്പീൽ ചെയ്യൂ. അതും കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തീരുമാനമായി അവിടുന്ന് വീണ്ടും അവിടുത്തെ ഹയർ അതോറിറ്റി നിങ്ങളുടെ അപ്പീലുകൾ പരിഗണിക്കാതാവുമ്പോൾ മാത്രം ഇങ്ങോട്ട് വരും എന്നാണ് കോടതി എടുത്തിട്ട് നിലപാട്. നമ്മൾ കോടതിയിൽ ചെന്നപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല. അടുത്തൊരു 4 മാസം അതിന്റെ മുകളിലാണ് നമ്മൾ വാദം നടന്നിട്ടുള്ളത്, വിശദ പരിശോധന നടന്നിട്ടുള്ളത്. അതിൽ കോടതി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്, അത് വിധിയിലും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്, ഇടക്കാല ഉത്തരവിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റി പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തിരുന്നു ഇതിൽ എന്നത്, അതുണ്ടായിട്ടില്ല എന്നൊരു വിഷയം. അതുകൊണ്ടാണ് കോടതി തന്നെ പരിശോധിക്കാം എന്ന നിലയിലേക്ക്, കാരണം ആ ടെക്നിക്കൽ ഗ്രൗണ്ടിൽ അത് നിൽക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് എനിക്ക് അതുകൂടി പറഞ്ഞു നോക്കണം.
ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളും ചട്ടക്കൂടുകളും ഉണ്ട്. ആ ചട്ടക്കൂടുകൾ അനുസരിച്ച് ഒന്ന് വിദ്യാർത്ഥി വെൽഫെയറിന്റെ ഡീനുണ്ട്, അവരായിരിക്കണം ഇത് ചെയർ ചെയ്യേണ്ടത്. മറ്റംഗങ്ങളെ ഉൾപ്പെടുത്താം. വിദ്യാർത്ഥി ഒരു ദളിത്, ആദിവാസി അല്ല അങ്ങനെ അത്തരം ഏതെങ്കിലും ഒരു വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ അതിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ല് അല്ലെങ്കിൽ SC/ST സെല്ല്, ഇത്തരം സെല്ലുകളുടെ വെൽഫെയർ സെല്ലുകളുടെ അധ്യക്ഷനായിട്ടുള്ള അധ്യാപകരെ ഉൾപ്പെടുത്തണം. മാത്രവുമല്ല, വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ഇതിലെ മെമ്പർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പല ചിട്ടകളുണ്ട്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രോ വൈസ് ചാൻസലർ അധ്യക്ഷനായ ഒരു കമ്മിറ്റി അങ്ങോട്ടാക്കുന്നു, എന്നിട്ട് ഒരു തീരുമാനം നമ്മളെ അങ്ങ് അറിയിക്കുന്നു. അത്രയേ സംഭവിച്ചുള്ളൂ. അല്ലാതെ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല നിനക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതാണ്. അവരൊരു നോട്ടീസ് അയച്ചപ്പോൾ ഞാൻ അതിനൊരു മറുപടി എഴുതി അയച്ചു എന്നുള്ളത്, അതിനെക്കുറിച്ച് വേറൊരു കാര്യമില്ല. എന്നാൽ ഇതിൽ ഇങ്ങനെ തെറ്റുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ടല്ലോ സാധാരണ എൻക്വയറി ഒക്കെ നടന്നത്, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കോടതിയെ നമ്മൾ ധരിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെടുന്നത് തിരിച്ചയക്കുക ഈ വിദ്യാർത്ഥിയെ, ലൈക്ക് അതർ കേസസ്, മറ്റു കേസുകളിലെല്ലാം നിങ്ങൾ ചെയ്തപ്പോൾ ഇതിലും തിരിച്ചയക്കുക എന്നാണ് ആവശ്യപ്പെട്ടത്. കോടതിയിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ തീരുമാനം എടുത്തതാണ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന വൈസ് ചാൻസലറാണ്. ഇനി അയാളുടെ അടുത്ത് തന്നെ നമ്മൾ അയാളെടുത്ത തീരുമാനത്തിന് അയാളോട് തന്നെ അപ്പീലുമായി പോകുന്നതിന് ഒരു ലോജിക്കും ഇല്ല. അങ്ങനെ ഒരു നിയമമല്ല ഇന്ത്യയിൽ. അത് കോടതി മനസ്സിലാക്കി. ഇതാണ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രൊസീജിയറൽ എറർ, അല്ലെങ്കിൽ ഇത് സംഭവങ്ങൾ ജനാധിപത്യപരമായിട്ടല്ല അവിടെ നടന്നത് എന്ന് കോടതി ആദ്യം അംഗീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു ആദ്യ പകുതിയിൽ ഈ നിയമ എക്സസൈസിന്റെ ആദ്യ പകുതിയിൽ നടന്ന ഒരു സംഭവം എന്ന് പറയാം. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കോടതി കൃത്യം റെക്കോർഡ് ചെയ്തു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ വിധി വന്നപ്പോൾ നേരെ തിരിഞ്ഞ്, ആൻഡ് ഇത്തവണ പുതിയൊരു ആർഗ്യുമെന്റിലാണ് കാര്യങ്ങൾ വരുന്നത്. ഫെലോഷിപ്പ് വാങ്ങുന്ന വിദ്യാർത്ഥി പിന്നെ ക്യാമ്പസിനകത്ത് PSFന്റെ ഏതോ പോസ്റ്ററിൽ ടിസ് എന്ന് PSF എഴുതിയിരുന്നു, അതുകൊണ്ട് ഡൽഹിയിൽ പോകുന്ന PSFിലെ മെമ്പർ ആയിരുന്ന PSFന്റെ പണ്ടത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നീ ടിസിനെയാണ് റെപ്രസെന്റ് ചെയ്തത് എന്നൊക്കെ ഒരു ലോജിക്കില് അത് അയാൾ BJP പറയരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ കൃത്യമായിട്ടൊരു സെന്റൻസ് കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതെന്നാണ്. വിദ്യാർത്ഥിക്ക് അയാളുടെ രാഷ്ട്രീയമാകാം, സോ ഡസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സെന്റൻസ് കൂടി ഉണ്ട്. അത് വലിയ അപകടകരമായ ഒരു സെന്റൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെ രാഷ്ട്രീയം ആവശ്യമില്ല. അതൊരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. അതിൽ ഇൻഡിവിജ്വലുകൾക്ക് അയക്കോ, പക്ഷെ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അതുകൂടി അംഗീകരിച്ചെടുക്കുന്ന അപകടകരമായ അവസ്ഥ, യൂണിവേഴ്സിറ്റി അതൊരു അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ then there is a problem, serious problem. ഇപ്പോൾ രാംദാസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, കാരണം വെച്ചാൽ ഇപ്പോൾ തുടക്കത്തിൽ കോടതി അത് മനസ്സിലാക്കി, അതായത് ഇതിൻ്റെ പ്രൊസീജിയറൽ എറർ കോടതി മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷമാണ് അവസാന വിധി വന്നപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വന്നത് എന്നും പറഞ്ഞല്ലോ. ഇപ്പോൾ സമീപകാലത്തുള്ള പല ജഡ്ജ്മെൻറ്റും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദ് ഡിമോളിഷൻ സംബന്ധിച്ചുള്ള കോടതി വിധി നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ, അയോധ്യ കേസ് സംബന്ധിച്ചുള്ള വിധി. അതിൽ തുടക്കത്തിലൊക്കെ ഇതിൻ്റെ എന്താ പറയുക, ബാബറി മസ്ജിദിനകത്ത് നിയമവിരുദ്ധമായിട്ട് ഈ വിഗ്രഹങ്ങൾ കൊണ്ട് സ്ഥാപിച്ചത് അത് സംബന്ധിച്ചുള്ള കേസ് പറയുന്നു. ഇതിൻ്റെ ഡിമോളിഷൻ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം എന്താണ് വിധി പറഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. രാം കെ നാമിൻ്റെ കാര്യമൊക്കെ ഈ കേസിലും പരാമർശിച്ചുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം ചോദിക്കുന്നു രാംദാസ്, ഈ ടിസ് പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ JNUവിൽ നടക്കുന്നത് നമുക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് നമുക്കറിയാം, പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇങ്ങനെ പല സെൻട്രലി ഗവേൺഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതങ്ങൾ നടത്തിയെടുക്കാൻ പാകത്തിനുള്ള സംഗതികൾ നടക്കുന്നത് നമ്മളുടെ മുമ്പിലുണ്ട്. അതുപോലെ ഈ പാഠ്യപദ്ധതികളിൽ പഠിപ്പിക്കുന്ന സംഗതികളിലൊക്കെ ഇടപെടുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. പക്ഷെ ടിസ് പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുണ്ടാവും എന്ന് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് അതിൻ്റെ പാരമ്പര്യം, പിന്നെ അതിൻ്റെ ഒരു ഓട്ടോണമി, പിന്നെ അതിൻ്റെ ഒരു എലഗൻസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. അവിടെയും അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ഇതിനെ കാണാമോ എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിൽ അല്ലെങ്കിൽ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ ഈ പറയുന്ന എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പലതിലും വലിയ തോതിലുള്ള വിവേചനം ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. ഇപ്പോൾ IIT മദ്രാസ് എടുത്താൽ അതിന് തെളിവുണ്ട്, അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എടുത്താൽ അതിൽ തെളിവുണ്ട്. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ട്. ഇവിടെയും അതുണ്ട് എന്നുകൂടെ തെളിയിക്കുന്നുണ്ടോ ഇതുണ്ട്? ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് ഈ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓട്ടോണമി എന്നൊരു സാധനം ഇല്ല. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഓട്ടോണമി എന്നൊരു സാധനം ഇല്ലാതായി അത് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
ആക്ച്വലി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓട്ടോണമസ് ആയിരിക്കണം, എന്നാൽ മാത്രമാണല്ലോ അതിന്റെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി രാജ്യപുരോഗതിക്ക് ആവശ്യമായ ഗവേഷണങ്ങൾ നടക്കുക, അല്ലെങ്കിൽ പഠനങ്ങൾ നടക്കുക, മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് ഓട്ടോണമസ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം TISS ഇതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിരിക്കുമ്പോൾ തന്നെ അത് ടാറ്റയ്ക്ക് കുറച്ചുകൂടി റോളുള്ള ഒരു സ്ഥാപനമായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് വിയോജിപ്പുണ്ട് എന്ന അർത്ഥത്തിലാണ് ഒരു സ്വകാര്യ ബിസിനസ് സംരംഭത്തിന്റെ കയ്യിലാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ലാർജർ ഡിബേറ്റിലേക്ക് ആളുകൾക്ക് പോവാം. പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ ഇത് ഏറ്റെടുക്കാൻ തീരുമാനിക്കണം. ഐഡിയലി എങ്ങനെയാണ് ആവേണ്ടത്? നമ്മൾ സന്തോഷിക്കേണ്ട വിഷയമാണ്. ഒരു സർക്കാർ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നു, അവരുടെ കയ്യിലേക്ക് ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ ഇത് സന്തോഷ വാർത്തയാണ് ആക്ച്വലി. പക്ഷെ ഇത് ആരാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവിടെയാണ് അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ടിസ്സിലെ ഇന്നത്തെ ഈ രീതിയിലുള്ള ഒരു ജനാധിപത്യ ധ്വംസനം നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഇത് ഏറ്റെടുത്ത ശേഷമാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ കൂട്ടി വെക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ എന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അത് കോടതി വിധിയായി ബന്ധപ്പെട്ട് ഒക്കെ അതിനായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ക്യാമ്പസിൽ നടക്കാൻ ആർഗ്യുമെന്റ് കേസുകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കെ നമ്മൾ ഈ വിഷയം കോടതിയിൽ ഗൗരവത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിന്റെ 2ാം പകുതിയിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിന് പ്രൊസീജിയറുകൾക്ക് കോടതി കണ്ടെത്തുകയും പിന്നീട് അപ്പീൽ ടിസിലേക്ക് വേണ്ട അങ്ങനെ ആദ്യമായിട്ട് സമീപകാലത്ത് ഈ കേസ് കോടതി നേരിട്ട് പരിഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ആ സമയത്ത് ഓഗസ്റ്റിന്റെ 2ാം പകുതിയിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ പ്രവർത്തിച്ചിരുന്ന സംഘടന PSF പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോറത്തിനെ യൂണിവേഴ്സിറ്റി അങ്ങ് നിരോധിച്ചു. നിങ്ങളത് വാർത്തയിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം ഒരു വിദ്യാർത്ഥി സംഘടനയെ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ അങ്ങ് നിരോധിക്കുകയാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇന്ത്യയിലില്ല. UGC ഗൈഡ് ലൈൻ അനുസരിച്ചും ഇല്ല. അവർക്ക് വേണമെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാം, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാം. ഇതാണ് ചെയ്യാവുന്ന കാര്യം. ഇന്ത്യയിൽ IIT മദ്രാസിൽ റെക്കഗ്നൈസ് ചെയ്ത് 2015 നമ്മളൊരു വാർത്ത 8-14-15 നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് റെക്കഗ്നേഷൻ ആണ് ചെയ്തത്, നിരോധനം നടന്നിട്ടില്ല. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നേരിട്ടൊരു വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ എല്ലാവരും എന്തിനാണ് നിരോധനം? ഒന്ന്, നിങ്ങൾക്കാനുള്ള അധികാരമുണ്ടോ? എന്തിനാണ് നിരോധനം എന്ന രാഷ്ട്രീയം. അപ്പൊ നോക്കുമ്പോൾ രണ്ടുമില്ല. കുറച്ചു കാലം കഴിഞ്ഞ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെയൊക്കെ ഫലമായിട്ട് അത് പിൻവലിക്കും. കാരണം പിൻവലിക്കാതെ പറ്റില്ല, അതിന് നിയമപരമായിട്ട് ഒരു സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ജസ്റ്റ് കോടതിയിൽ ഒരു തിരിച്ചടി വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്കും ചാടിക്കയറിയെന്ന് നമ്മുടെ സംഘടനയെ നിരോധിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശ്രദ്ധ മൊത്തം എവിടെയായി? നമ്മൾ ഈ സംഘടനയെ നിരോധനം മാറ്റുക, മറ്റു പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത് ഒരു സോഷ്യൽ ബോയ്ക്കോട്ടിനാണ്. ഈ സംഘടനയിലെ ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും സഹായമോ മറ്റു ചോദിച്ചു വരികയാണെങ്കിൽ അവരോട് നിങ്ങൾ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കഴിയുമെന്ന് ഒഫീഷ്യലി ഒരു യൂണിവേഴ്സിറ്റി അതിന്റെ വിദ്യാർത്ഥികളോട് പറയണേ. നിങ്ങളെ കൂടെ പഠിക്കുന്ന ആളോട് മിണ്ടാൻ പാടില്ല, അയാൾ ഈ സംഘടനയെ പ്രവർത്തിച്ച ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആൾക്കാർക്ക് വിചാരിക്കും ഇത് ഏതോ ഒരു ഭീകര സംഘടനയാണ്, നോർമലി നടക്കുന്ന ഒരു സാധനം. പക്ഷെ ഔട്ട് ഓഫ് ദി ബ്ലൂ അങ്ങ് കൊണ്ടുവന്ന് ചെയ്യുക. ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു ശൈലിയിലേക്ക് TISS സംഭവിച്ചു എന്നുള്ളത് ആക്ച്വലി ഞെട്ടിക്കുന്നതുമാണ്, വലിയ പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധങ്ങളുടെ ഫലമായിട്ട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അത് പിന്മടങ്ങേണ്ടത് 1 മാസം പോലും അത് നടത്താൻ പറ്റിയില്ല. അത് സന്തോഷ വാർത്തയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു വലിയ സംഭവം നടന്നു. ഈ രീതിയിലുള്ള ഇതിലുള്ള വ്യക്തികളെ അറ്റാക്ക് ചെയ്യുന്നു, സംഘടനയെ അറ്റാക്ക് ചെയ്യുന്നു, സ്റ്റുഡൻസിനെ ആകമൊത്തം അറ്റാക്ക് ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നു. മഹാരാഷ്ട്ര ഇലക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഒക്ടോബർ, നവംബർ ആ സമയത്ത് ക്യാമ്പയിൻ നടക്കുന്ന കാര്യമാണ്. സെപ്റ്റംബറിൽ ഈ വിഷയം നമ്മൾ ഈ നിരോധനവും ഇതൊക്കെ നടക്കുന്ന ഗ്യാപ്പിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് സ്റ്റഡി റിപ്പോർട്ട്, യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പേരിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇതാണ്: ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളും മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളും മുംബൈ സിറ്റിയിൽ വന്ന് താമസിച്ച് ചെറിയ കൂലിക്കുള്ള ജോലികൾ മുഴുവൻ ഏറ്റെടുത്ത് ഇവിടെയുള്ള ഹിന്ദുക്കളായ മറ്റുള്ളവരുടെ ജോലി അവസരങ്ങൾ നഷ്ടമാക്കി ഇവിടുത്തെ ഡെമോഗ്രഫിയെ മാറ്റി ഇലക്ടറൽ പൊളിറ്റിക്സിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു റിപ്പോർട്ട് ഇവിടെ അപകടകരമായ സാധനമാണ്. അത് വേണ്ടത്ര സാമ്പിളുകൾ എടുത്തിട്ടോ ഇതിന്റെ അടിസ്ഥാനം എന്തെന്നോ ഒന്നും പുറത്തു വിടുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഇത് ആര് ഫണ്ട് ചെയ്തതാണെന്നോ നിങ്ങൾ എത്ര കാലം എങ്ങനെ റിസർച്ച് നടത്തി അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് ഇല്ല. യൂണിവേഴ്സിറ്റിയിലെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒഫീഷ്യൽ ബാനർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റഡി റിപ്പോർട്ട് അങ്ങ് പുറത്തുവിടുകയാണ്. ഇതാണ് ടിസ് സ്റ്റഡി സൈസ് റോഹിംഗ്യൻ മുസ്ലിംസ് ആൻഡ് ബംഗ്ലാദേശി മൈഗ്രന്റ് മുസ്ലിംസ് ആർ ക്യാപ്ചറിങ് മുംബൈ സിറ്റി. അത് നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ ജീവിതം ആക്കുന്നു. ഇതാണ് ആ ഗ്യാപ്പിൽ വന്ന സാധനം. അപ്പൊ ഇവിടെ പ്രതിഷേധിക്കേണ്ട ആളുകൾ, ഇതിനെ എതിർക്കാനുള്ള ആളുകളെ വേറൊരു വഴിക്ക് വിടുക, അവരെ നിർത്തിയിട്ട് ഇവർക്ക് വേണ്ട ഇത്തരം പ്രപ്പഗണ്ടകൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇറക്കി വിടുക. BJP ഇൻക്ലൂഡിങ് ഇന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഫഡ്നവിസ് ഒരുപാട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സൈറ്റ് ചെയ്ത സാധനമാണ് ടിസിന്റെ സ്റ്റഡി റിപ്പോർട്ട്. നിങ്ങൾ കണ്ടില്ലേ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഇത് ഒഫീഷ്യൽ സ്റ്റഡി റിപ്പോർട്ടാണ്, ഇതൊരു പ്രൊപ്പഗണ്ടയല്ല, ഞങ്ങൾ പറയുന്ന വെറും രാഷ്ട്രീയക്കാരല്ല, ഇതാ യൂണിവേഴ്സിറ്റി പറയുന്നു എന്ന രീതിയിൽ പ്രചരണം നടത്തി. സ്വാഭാവികമായിട്ടും അതും ഇവിടുത്തെ ഒരു ഇലക്ട്രൽ വിഷയമായിരുന്നു.
പക്ഷെ ഇതിവിടെ അവസാനിച്ചോ? ഇല്ല, ആക്ച്വലി ഇതിവിടെ അവസാനിച്ചില്ല. ഡൽഹി നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ JNUവിൽ നിന്ന് ഇതാ സിമിലർ റിപ്പോർട്ട് വരുന്നു. ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് രണ്ടും കോപ്പി പേസ്റ്റ് സാധനമായിരിക്കും. ചിലപ്പോൾ ഒന്ന് പരിശോധിച്ച് പാരാഫ്രൈസിങ് പരമാവധി ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു പഠനം പോലും നടത്താതെ ഒരു പാംഫ്ലെറ്റിന്, പൊളിറ്റിക്കൽ പാംഫ്ലെറ്റിനെ, കമ്മ്യൂണൽ പാംഫ്ലെറ്റ്, നമ്മൾ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ചുരുക്കാൻ പാടില്ല, വെറും ഒരു കമ്മ്യൂണൽ വിദ്വേഷ പാംഫ്ലെറ്റിനെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സ്റ്റഡി ആയിട്ട് പുറത്തെടുക്കുന്ന രീതിയിലേക്ക് അത് സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി, അതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൊഡക്റ്റുകളായിട്ട് വരാൻ പോകുന്ന സാധനം. അതിനെ ആര് പ്രതിരോധിക്കും? ക്യാമ്പസുകളിൽ ആ ആളുകളെ അറ്റാക്ക് ചെയ്യുക, അവരെ സൈലൻസ് ചെയ്യുക, അവരെ വേറെ വഴിക്ക് വിടുക. സ്വാഭാവികമായിട്ടും നിങ്ങളെ ഇപ്പൊ നിരോധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആദ്യം അത് ശരിയാക്കിയിട്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു പ്രവർത്തനം. പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ സംഘപരിവാർ കൊണ്ടുവന്ന് നടപ്പാക്കുന്നതാണ്. ഇതിന് ഒരു പാറ്റേൺ ആയിരിക്കും. ഇനി ബംഗാളിലോ കൊൽക്കത്തയിൽ ഇനി മിക്കവാറും വരും. എന്തായാലും ബംഗ്ലാദേശ് അവിടെ തൊട്ടടുത്താണല്ലോ. സ്വാഭാവികമായിട്ടും ബംഗാളിലെ ഇലക്ഷൻ അടുത്ത കൊല്ലം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള റൈറ്റ് അവിടുന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മറ്റു നഗരങ്ങളിലേക്ക് ഇതൊരു ഒരു പ്രൊജക്ട് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം. പിന്നെ മറ്റ് എക്സാമ്പിൾ, ഇതൊരു പുതിയ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങളുടെ തന്നെ എക്സാമ്പിളിനെ എനിക്ക് പറയാൻ പറ്റും. അതിനെതിരെ പ്രതിഷേധം നമുക്കുണ്ട്, നമ്മളതിനേക്ക് പറയും. പക്ഷെ നമ്മളാരാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഇല്ല. അത് പറയുമ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഒപ്പീനിയൻ അല്ല കേട്ടോ. അതിനെ നമ്മൾ എതിർക്കുമ്പോൾ നേരെ മറിച്ച് BJP എതിർക്കുമ്പോൾ നമ്മളത് ഒഫീഷ്യൽ ഒപ്പീനിയൻ ഇവർക്ക് പറയാത്ത. അപ്പൊ ആ രീതിയിലാണ് രണ്ട് ഈ വിവേചനങ്ങളെ സംബന്ധിച്ച് ആദിവാസി, ദളിത് വിഭാഗങ്ങളിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും പെട്ട വിദ്യാർത്ഥികൾക്കെതിരായ വിവേചനങ്ങൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ചില രണ്ട് കാര്യങ്ങൾ എടുക്കാം നമുക്ക്. ഒന്നാമത്തെ കാര്യം, അടുത്ത കാലത്ത് എന്റെ ഓർമ്മ ശരിയാണ്, RJDയുടെ ഒരു MP ആണെന്ന് തോന്നുന്നു, പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എത്രയാണ് എന്താണ് സ്റ്റാറ്റസ് ഓഫ് കേസസ്, അതായത് വിവേചനം, കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബൽ അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട വിവേചനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുടെയും അതിന്റെയൊക്കെ സ്റ്റാറ്റസ് എന്താണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ, എത്ര എണ്ണം ഉണ്ട്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഏകദേശം ഇതാണെന്ന് തന്നെ ഓർമ്മ. ഒരു ചോദ്യം പാർലമെന്റിൽ ചോദിച്ചു. അപ്പൊ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത മറുപടി, സഹമന്ത്രി കൊടുത്ത മറുപടി, അങ്ങനെ ഒരു ഡാറ്റ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു ഡാറ്റ ഇല്ല. അപ്പൊ എന്താണ്? അത്രയൊക്കെ ഉള്ളത് വെറും നെയിംസേക്കാണ്. നിലവിൽ സുപ്രീം കോടതിയിലെ കേസാണ്. അപ്പൊ സുപ്രീം കോടതി UGCയോട് ആവശ്യപ്പെട്ടു, മര്യാദയ്ക്ക് എന്താണ് സ്റ്റാറ്റസ്. അപ്പൊ സുപ്രീം കോടതിയിൽ UGC പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പൊ യൂണിവേഴ്സിറ്റികളോട് UGC ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലുണ്ടോ, SC/ST സെല്ലുകളുണ്ടോ, അവിടെ വിവേചനങ്ങൾ ഉണ്ടോ, അതിന്റെ കണക്ക് എന്താണ് എന്ന് ചോദിച്ചിട്ട് അതിന്റെയൊക്കെ ഒരു ഡാറ്റ കളക്ഷൻ പ്രോസസ് ഇപ്പോ നടക്കുന്നു. ഫോർ ദ സേക്ക് ഓഫ് വാട്ട് സുപ്രീം കോടതി ചോദിച്ചത് കൊണ്ട്. ഇനി ഒരു മുംബൈയിൽ തന്നെ ആയതുകൊണ്ട് ഒരു ദർശൻ സോളങ്കിയുടെ മരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്തായാലും 2023 നടന്ന ദർശൻ സോളങ്കിയുടെ മരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദർശൻ സോളങ്കിയുടെ മരണം നടന്ന സമയത്ത് ബോംബെ IITയിലെ ദളിത് വിദ്യാർത്ഥികളുടെ അവസ്ഥയെ ബന്ധപ്പെട്ട് ചർച്ചകൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നല്ലോ. അപ്പൊ ഉയർന്നു വരുന്ന സമയത്ത് ആ ഒരാഴ്ച വളരെ പ്രധാനമായിരുന്നു. നമ്മളിപ്പം നോട്ട് ചെയ്ത് പറഞ്ഞതാണ്, 10 ദിവസത്തിന്റെ ഇടയിൽ ഇന്ത്യയിലെ 3-4 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 5-6 വിദ്യാർത്ഥികളാണ് തുടർച്ചയായിട്ട് ആത്മഹത്യ ചെയ്തത് ആ സമയത്ത്. അപ്പൊ ആ ദർശൻ സോളങ്കിയുടെ മരണം വന്ന സമയത്തുള്ള ഈ ചർച്ചകൾ നടന്നപ്പോൾ 2014 ഇതേ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു മരണവും അതുമായി ബന്ധപ്പെട്ട് നടന്ന ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയും അവർ വെച്ച റെക്കമെൻഡേഷനും, ഈ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി യൂണിവേഴ്സിറ്റി നിയമിച്ചതാണ് കേട്ടോ, ആ നടന്ന റെക്കമെൻഡേഷൻസും എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് അതെല്ലാം പേപ്പറിൽ എപ്പോഴും കിടക്കുന്നത്. അപ്പൊ ഒരു വിഷയം വരുമ്പോൾ അത് കുറച്ചൊന്ന് ചർച്ചയാവുകയും പിന്നീട് അത് അവിടെ ഉപേക്ഷിക്കുകയും എത്തരത്തിൽ ഇത് എന്താണ് റിഗ്രസീവ് ആയിട്ടാണോ ഈ യൂണിവേഴ്സിറ്റി സ്ട്രക്ചറുകൾ നിലനിൽക്കുന്നത് അത് തന്നെ തുടർച്ചയായി കൊണ്ട് നടക്കാനാണ് സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു ഡിസ്ക്രിമിനേഷനാണ് ഈ യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത്. അല്ലാതെ ഇത് ഒരു ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലും വേറൊരു ഇൻഡിവിജ്വലും തമ്മിലുള്ള പ്രോബ്ലം ആയിട്ടല്ല നിലനിൽക്കുന്നത്. നേരെ മറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട, സ്ഥാപനവൽക്കരിക്കപ്പെട്ട, അത് സർക്കാരും അതായത് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് എന്താണ് വെള്ളവും പുല്ലും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു മെക്കാനിസമായി തന്നെയാണ് ഇന്ത്യയിൽ നിലവിൽ നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാനുള്ള പറയത്തക്ക ശ്രമങ്ങളൊന്നും നമുക്ക് കാണാനുമില്ല ഭരണകൂടത്തിന്റെ ഭാഗത്ത്. നേരെ മറിച്ച് കാണുന്നത് NEP പോലുള്ള സാധനമാണ് വരുന്നത്. അതിലാണെങ്കിൽ 6ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് മറ്റേ എന്താണ് സ്കിൽ എഡ്യൂക്കേഷൻ തരാം. അപ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് തരാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നേരത്തെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാൻ പോകുന്നത്? അത് സ്വാഭാവികമായിട്ടും SC, ST, OBC അല്ലെങ്കിൽ എന്താണ് മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളോ ഒക്കെ ആയ പാവപ്പെട്ട ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാൻ പോകുന്നത്. സോ ഡിസ്ക്രിമിനേഷനെ, വിവേചനത്തെ ഞാൻ കാണുന്നത് ഒറ്റ എന്താണ് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ള ഒരു വിവേചനത്തിന്റെ രൂപത്തിലല്ല ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്നത്. നേരെ മറിച്ച് സ്ഥാപനങ്ങൾ തന്നെ, ഭരണകൂടം തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി മുന്നേറ്റം ടിസ്റ്റിലുണ്ടായിട്ടുണ്ടെങ്കിൽ
അത് GOIP ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ ബന്ധപ്പെട്ട ഒരു സമരമാണ്. 3 മാസത്തോളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായിട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്ത 2018 ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ സമരം അതായിരിക്കും. സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു. ഇന്നത് സാധ്യമാകുമോ, അത് നടക്കാൻ സമ്മതിക്കുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിന് വിദ്യാർത്ഥികൾ വരുമായിരിക്കും, വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ അത്തരത്തിൽ അന്ന് അത് മുഴുവൻ അങ്ങ് നിർത്തിക്കളയുക. SC/ST സ്റ്റുഡൻസോട് നിങ്ങൾ ആദ്യം മുഴുവൻ പൈസയും തരും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്മിഷൻ റിസർവേഷൻ വഴി കിട്ടിയില്ലേ, ഇനി ഫുൾ പൈസയും നിങ്ങൾ തരൂ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സർക്കാർ പൈസ തരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം, സർക്കാർ മെല്ലെ കൊടുക്കും. സ്വാഭാവികമായിട്ട് ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, പണമില്ലാത്തവർ നിർത്തി പോകുമല്ലോ. സോ അതാണ് ഇവിടെ വേണ്ടത്. ആൻഡ് നിലവിലിപ്പോൾ മുഴുവൻ ഒറ്റ എക്സാമുകളാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒറ്റ സിംഗിൾ എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിങ് സെന്റർ അതിൽ പോകാൻ പറ്റുന്നവര്, ആ രീതിയിൽ വരുന്നവര്, MCQ മാത്രമുള്ളവര്, ഇന്റർവ്യൂ ഇല്ല, നിങ്ങളുടെ എഴുത്തു പരീക്ഷയില്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് പരിശോധനയില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പൊ മൊത്തത്തിൽ പുതിയതായിട്ട് വരുന്ന എല്ലാ നയപരിപാടികളും കൃത്യമായിട്ട് MEP നമ്മൾ എപ്പോഴും പറയുന്നതാണ്, റിസർവേഷൻ എന്നൊരു വാക്ക് പോലും ഇല്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ കൃത്യമായിട്ട് നിലവിൽ കൂടുതൽ വിവേചനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇന്ത്യയിലുള്ളത്. അതിനോടാണ് നമ്മുടെ വിമർശനവും, അതിനോടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. റൈറ്റ്. എന്തായാലും രാംദാസ് വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. അത്തരം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും വേണ്ടതില്ല എന്ന് നിഷ്കർഷിക്കുകയാണ് ഭരണകൂടം. അത് സ്വീകരിക്കുകയാണ് ടെസ് പോലെയുള്ള സ്ഥാപനങ്ങൾ. അതിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ജുഡീഷ്യറി. അത് ചോദ്യം ചെയ്തുകൊണ്ട് രാംദാസ് ഒരുപക്ഷെ രാംദാസിനെ പിന്തുണയ്ക്കുന്ന സംഘടനയും ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോകും, അദ്ദേഹം പോവും എന്ന് നിശ്ചയമായും പറയുന്നുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും പരമോന്നത നീതിപീഠം ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അതും നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ന്യായീകരിച്ചുകൊണ്ട് അവസാനം കുറ്റപ്പെടുത്തുന്നതാകുമോ എന്നുള്ളത് കൗതുകപൂർവ്വം നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. ഭരണകൂടം എന്ത് നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ ഭരണകൂടം എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റെപ്ലിക്കയായിട്ട് നമ്മൾ ഈ ടെസ്സിലെ രാംദാസിൻ്റെ അനുഭവത്തെ കാരണം ഭരണകൂടം നിശ്ചയിക്കുന്നത് മാത്രം ചെയ്താൽ മതി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അക്കാഡമിക് സമൂഹം എന്ന് അവർ നിഷ്കർഷിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, ലോകത്തെ ഏറ്റവും അധികം സമരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നാണ്, ക്യാമ്പസുകളിൽ നിന്നാണ്, സർവകലാശാലകളിൽ നിന്നാണ്. അതിനെ അത്തരം ഒരു പ്രതിഭാസത്തെ ഇപ്പോഴും ഭരണകൂടം ഭയക്കുന്നതിൻ്റെ ഭാഗം കൂടിയാകാം ഇത്തരം നിയന്ത്രണങ്ങൾ എന്ന് നമ്മൾ സംശയിക്കുകയും വേണം. രാംദാസ് വളരെയധികം നന്ദി ഒരിക്കൽ കൂടി. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.